മറിയം അലൈഹി ഇസ്ലാമിന്റെ ജനനം അങ്ങനെ ജനിക്കുകയും അങ്ങനെ ഉമ്മ നേർച്ചയാക്കിയിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി എൻ്റെ കുട്ടിയെ ഞാൻ ഒഴിഞ്ഞു വെക്കാം, അത് നടപ്പിലാക്കണം. അങ്ങനെ നാടിന്റെ സമ്പ്രദായം അതല്ലെങ്കിൽ കൂടി തന്റെ മകളെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിലേക്കും ഇബാദത്തിലേക്കും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ശ്രദ്ധിക്കാനും അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് പറയുന്നത് ഉമ്മുഹു സിദ്ദീഖ, മറിയം അലൈഹി ഇസ്ലാം സിദ്ദീഖ, സിദ്ഖുള്ള സത്യസന്ധയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആ നാട്ടുകാർ കൂടി തെരഞ്ഞെടുത്തു, കുടുംബക്കാർ. അന്നത്തെ രീതിയാണ്. ആരാണ് മറിയം അലൈഹി ഇസ്ലാമിന്റെ ഉത്തരവാദിത്തം അഥവാ അതിന്റെ കാര്യങ്ങൾ നോക്കാം, അതിന്റെ കഫാലത്ത്, മറിയം അലൈഹി ഇസ്ലാമിന്റെ ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് കൃത്യമായി നോക്കുക, മസ്ജിദിലായിരിക്കും താമസം, ആരാണ് ചെയ്യേണ്ടതെന്നൊക്കെ നെറുക്കെട്ടെടുത്ത് തെരഞ്ഞെടുത്തു. ആരാണ് എടുത്തത്? ജക്കരിയ നബി അലൈഹി ഇസ്ലാം. ജക്കരിയ നബി അലൈഹി ഇസ്ലാം മറിയം ബിയുടെ കുടുംബാണ്. അത് എങ്ങനെയാണ് എന്നുള്ളടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. മാതാവിന്റെ സഹോദരിയുടെ ഭർത്താവാണ് എന്നുള്ള നിലക്കൊക്കെ ചരിത്രകാരന്മാർ പറയുന്നു. ഇവിടെ നാം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് കഫലഹാ ജക്കരിയ, അവരെല്ലാവരും കൂടി തീരുമാനമെടുത്ത് മറിയം അലൈഹിസ്സലാമിന്റെ ഉത്തരവാദിത്തം, അതിന്റെ കഫാലത്ത് ജക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചു. ജക്കരിയ നബി അലൈഹി ഇസ്ലാം, മറിയം അലൈഹി ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറിയം അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? തഖ്വയും ഇഫ്ഫത്തും, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലുള്ള മഹത്തരമായ ശ്രദ്ധ, അതുപോലെ ചാരിത്രശുദ്ധി. ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും വളരെയധികം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും വളരെയധികം അള്ളാഹുവിനെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു മറിയം അലൈഹി ഇസ്ലാം. അതിനു വേണ്ടിയിട്ട് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഏൽപ്പിച്ചത് അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ, ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, നല്ല തഖ്വയുള്ളവരായി വളരാൻ. അങ്ങനെ വളരുന്ന ആ അവസ്ഥയിൽ സക്കരിയ നബി അലൈഹി ഇസ്ലാം ആണല്ലോ മറിയം അലൈഹി ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം. അപ്പൊ മറിയം അലൈഹി ഇസ്ലാമിന് ആവശ്യമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി ഭക്ഷണവുമായിട്ട് സക്കരിയ നബി അലൈഹി ഇസ്ലാം വരും. അത് വരുന്ന സമയത്താണ് ഒരു ദിവസം വന്നപ്പോ ആ സമയത്തൊന്നും കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ലഭിക്കാത്ത പഴവർഗ്ഗങ്ങൾ മറിയം അലൈഹി ഇസ്ലാമിന്റെ ചുറ്റുമൊക്കെ ഇരിക്കുന്നുണ്ട്. തലികയിലെല്ലാം പഴങ്ങളായിട്ട് ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അപ്പൊ സക്കരിയ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, യാ മറിയം അന്നാ ലക്കി ഹാദാ, മറിയം എവിടുന്നാ നിനക്കത് കിട്ടിയത്? നിനക്ക് എവിടുന്നാണ് ഈ പഴങ്ങളും ഈ ഭക്ഷണമെല്ലാം കിട്ടിയത്? ആളുകൾ കഫാലത്ത് സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹി ഇസ്ലാമിന് അല്ല മതി എന്നുള്ളതാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മറിയം അലൈഹി ഇസ്ലാം പറഞ്ഞു, അതെന്റെ അള്ളാന്റെ എന്നുള്ളതാണ്, അല്ല എന്നതാണ്, അല്ല എനിക്ക് നൽകിയതാണ്. അത്ര യഖീനോട് കൂടി പറഞ്ഞു. അപ്പൊ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് അവിടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായത്, സക്കരിയ നബി അലൈഹി ഇസ്ലാം വൃദ്ധനായിട്ടുണ്ട്, ഭാര്യ വന്ധ്യയാണ്, മുടി നരച്ചിട്ടുണ്ട്, എല്ല് ക്ഷയിച്ചിട്ടുണ്ട്, മക്കളുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സക്കരിയ നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത്, അസ്ബാബുകൾക്കപ്പുറത്ത് മറിയം അലൈഹി ഇസ്ലാമിന് ഇറക്കിക്കൊടുത്ത ഭക്ഷണം കണ്ടപ്പോ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് എന്ത് വന്നു? എനിക്കും ഈ അവസ്ഥയിലും വന്ധ്യയായ ഭാര്യയിലും വൃദ്ധനായ എനിക്കും കുട്ടിയെ തരാൻ അല്ലാഹു ഖാദിറാണ്, അല്ലാഹു ഖാദിറാണ്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുനാലിക ദഅ സക്കരിയ. ആ സമയത്ത് മറിയം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ കണ്ട ആ സംഭവം കണ്ടപ്പോ അവിടെ വെച്ച് സക്കരിയ നബി അലൈഹി ഇസ്ലാം തന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വിഷമം അള്ളാഹുവിനോട് പറയാണ്, റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹ്, എനിക്ക് ത്വയ്യിബായ ഒരു സന്താനത്തെ തരണേ. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ അള്ളാഹു തആല ഓരോരുത്തർക്ക് അവരുടെ തഖ്വ കൊണ്ടും ഈമാൻ കൊണ്ടും അവര് നേടിയെടുക്കുന്ന കാര്യങ്ങൾ കാണുമ്പോ ആ അള്ളാനെ മനസ്സിലാക്കിയിട്ട് എന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല, ഒരിക്കലും സാധ്യമല്ല, കാരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നടക്കുക തന്നെയില്ല, അങ്ങനെയുള്ള കാര്യത്തിൽ ആ സക്കരിയ നബി അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു കുട്ടിയെ തരണം എന്നുള്ളത്. നമ്മുടെ ആളുകളാണെങ്കിലോ, ഒരാള് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അവസ്ഥയിൽ അവന്റെ തഖ്വ കൊണ്ട് ഫർളും നഫ്ലുമായ ഇബാദത്തുകൾ നിർബന്ധമായതും ഐച്ഛികമായതും എല്ലാം ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് അവൻ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹ് അവനെ ഇക്രാം ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ എന്താ ചെയ്യുക? അയാളോട് പോയി പ്രവർത്തിക്കാൻ നിൽക്കും, അയാളോട് പോയി സഹായം ചോദിക്കാൻ നിൽക്കും. സഹോദരങ്ങളെ, അതിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്, അവൻ നേടിയെടുത്ത സ്ഥാനത്തേക്ക് എനിക്കെങ്ങനെ എത്തിപ്പെടാൻ പറ്റും, ഞാൻ അതിനെന്ത് പണിയെടുക്കണമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി. അള്ളാഹുവിനോട് ചോദിച്ചു.
നമ്മുടെ ആളുകളാണെങ്കിൽ മറിയം ബീവിയോട് പോയി ചോദിക്കും. നമ്മുടെ ആളുകൾ മറിയം അലൈഹി ഇസ്ലാമിനോട് പോയി ചോദിക്കും. കാരണം മറിയം അലൈഹി ഇസ്ലാമിനാണല്ലോ ആ സംഭവം ഉണ്ടായത്. അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്റാം ചെയ്യുന്നതാണ് ഓരോരുത്തരുടെ ഈമാനിന്റെയും തഖ്വയുടെയും അളവിൽ.